നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. ദ സെയിൽസ്മാൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലെ 9ാമത്തെ ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ക്വാളിഫൈ അവർ സെയിൽസ് ഓപ്പർച്യൂണിറ്റി. അതായത് കസ്റ്റമറെ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പോവുക. ഇപ്പോൾ എന്താ നടക്കുന്നത്? ഏതെങ്കിലും ഒരു എൻക്വയറി വരും, നമ്മൾ അതിൻ്റെ പുറകിന് പോകും, ഒരുപാട് എഫേർട്ട് നമ്മൾ എടുക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് എന്താണ്? അത് ക്ലോസ് ആയില്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സമയവും നമ്മളുടെ എഫേർട്ട്, പേരുദോഷം, നമ്മുടെ കമ്പനിക്കകത്താണെങ്കിൽ തന്നെ ചോദിക്കത്തില്ലേ, ഇവിടെ എത്ര ലീഡ്സ് ഉണ്ടായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഒന്നുപോലും ക്ലോസ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് അല്ലാത്ത കസ്റ്റമറുടെ പുറകിന് നമ്മൾ പോകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഒരു കസ്റ്റമറെ നമ്മൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല ചിലവ് കമ്പനിക്ക് വരുന്നുണ്ട്, ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി. അത് ഒരു എക്സാമ്പിൾ പറയാം. ഒരു B2B സെയിൽസിലാണ് എങ്കിൽ നമ്മളൊരു എക്സിബിഷനിൽ പങ്കെടുക്കുന്നതെന്നിരിക്കട്ടെ. എന്തൊക്കെ വേണം? നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് സ്റ്റോൾ എടുക്കണം, അതിനുവേണ്ടി ബ്രോഷർ അടിക്കണം, നമ്മളവിടെ പോയി ഹോട്ടലിൽ താമസിക്കണം, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഒരു എക്സിബിഷനുമായിട്ട് വരുന്നു. അങ്ങനെ നമ്മളൊരു എക്സിബിഷനിൽ പങ്കെടുക്കുകയാണ്. 5 lakhs ആണ് നമുക്കവിടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയത് എന്നിരിക്കട്ടെ. അവിടുന്ന് നമുക്ക് കിട്ടിയ ലീഡ്സ് എന്ന് പറഞ്ഞാൽ 100 ലീഡ്സ് നമുക്ക് കിട്ടി. 100 കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി നമുക്ക് അവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ നിന്ന് ആക്ച്വലി നമ്മളിതെല്ലാം പഠിച്ച് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? 10 പേരെ ഉള്ളായിരുന്നു റിയൽ പ്രോസ്പെക്റ്റ് എന്ന് പറയാനായിട്ട്. അതിൽ ഈ 10 പേരെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ നമുക്ക് എത്ര പേരെ കിട്ടി? 4 പേരെ മാത്രമേ ക്ലോസ് ചെയ്യാൻ പറ്റി. അതായത് ഒരു 4 പേര് അടങ്ങുന്ന ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ആ കസ്റ്റമറെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ ആ ബിസിനസ് തന്നെ ലോസിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മളുടെ ഈ പറയുന്ന കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ആ പറയുന്ന ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൗ വി ആർ ഗോയിങ് ടു ക്വാളിഫൈ ദ കസ്റ്റമർ. നമുക്ക് വന്ന ഒരു എൻക്വയറി, ഒരു ലീഡ്, ഇത് ഈ പറയുന്ന 4-ൽ പെടുന്നതാണോ? 10 മാത്രമല്ല, 100 അല്ല. നമ്മൾ നോക്കുന്നത് എവിടെയാണ്? ക്ലോസ് ചെയ്യാൻ പറ്റുന്ന 4-ൽ ഉൾപ്പെടുന്നതാണോ എന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ട് എങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ കസ്റ്റമറെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഔട്ട് ഓഫ് ദിസ് 100. അതിലാണ് ഒരു സെയിൽസുകാരൻ്റെ മിടുക്കിരിക്കുന്നത്. കാണുന്ന എല്ലാവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിലല്ല നമ്മുടെ മിടുക്കിരിക്കും. നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് പ്രസൻറ്റേഷനൊക്കെ എടുക്കിരിക്കും. പക്ഷേ ഇതാരുടെ അടുത്താണ് ഈ പ്രസൻറ്റേഷൻ എടുക്കുന്നത്? എവിടെയാണ് ശരിക്കും നമ്മളുടെ എഫേർട്ട് ഇടേണ്ടത്? ഈ റിസൾട്ട് വന്ന 4 പേരിലേക്ക്. അപ്പോൾ നമ്മളെന്താ ഇത് ചെയ്യാൻ പോകുന്നത്? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന്, ഈ പറയുന്ന ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് ഈ 4 പേരെ മാത്രം ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ബാക്കിയുള്ള 96 പേരെ എങ്ങനെ ഒഴിവാക്കാം, ഡിസ്ക്വാളിഫൈ ചെയ്യാം എന്നതാണ് ഈ പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം all of you to qualifying our leads.